സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 2, 3, 4 തിരുവചനങ്ങൾ. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേം ഒക്കെയും ഭ്രമിച്ച് ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാവുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വേദഭാഗത്ത് ദൈവപുത്രൻ്റെ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ നര അവതാരം സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യഹൂദ്യ ദേശത്തിലെ ബേത്ലഹേമിൽ ദൈവപുത്രൻ ജനിച്ചതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ചില വിദ്വാൻമാർ അവർക്ക് ദൈവം നൽകിയ ജ്ഞാനം അനുസരിച്ച്, ആത്മപ്രേരണ അനുസരിച്ച് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് അവർ ഗ്രഹിച്ച് യേശുക്രിസ്തുവിനെ കാണുവാൻ പുറപ്പെടുകയാണ്. എന്നാൽ അവർക്ക് തെറ്റിയതായി നാം കാണുന്നു. അഥവാ അവരുടെ ജ്ഞാനത്തിലും അവരുടെ അറിവിലുമൊക്കെ അല്പം തെറ്റുപറ്റിയതായി നാം കാണുന്നു. ദൈവപുത്രൻ ഏതോ ഒരു വലിയ കൊട്ടാരത്തിൽ ജനിക്കുമെന്നാണ് അവർ ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിദ്വാൻമാർ നേരെ പോയത് ഹെരോദ രാജാവിൻ്റെ കൊട്ടാരത്തിലാണ്. അവിടെ ചെന്ന് അവർ ചോദിക്കുകയാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയാണ്? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിക്കാൻ വന്നിരിക്കുകയാണ്, ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട മാത്രയിൽ തന്നെ ഹെരോദ രാജാവ് സ്തംഭിച്ചു പോവുകയാണ്. എനിക്ക് പകരം മറ്റൊരു രാജാവ് ആരവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അത് സംബന്ധിച്ച് സൂക്ഷ്മമായി രാജധാനിയിലെ എല്ലാവരുമായി ആലോചിക്കുകയാണ്. ശേഷം യേശുവിനെ നശിപ്പിക്കുവാൻ അവരൊരുമിച്ച് ഒരു ഗൂഢാലോചന നടത്തുകയാണ്. ആ ഗൂഢാലോചനയ്ക്ക് ശേഷം ഈ വിദ്വാൻമാരെ വിളിച്ച്, നിങ്ങൾ പോയി ആ ദൈവപുത്രൻ്റെ സ്ഥലം എല്ലാം കണ്ടുപിടിച്ച് തിരിച്ചു വന്ന് എന്നെ അറിയിക്കണം. എനിക്കും പോയി ആ ശിശുവിനെ നമസ്കരിക്കണമെന്ന് കപടമായി പറഞ്ഞ് അവരെ അയക്കുകയാണ്. ഇവിടെ നാം വായിച്ചു കേട്ട വചനത്തിൽ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യവും അതിൻ്റെ ഉത്തരവും നമുക്ക് ധ്യാനിക്കാം. ആ ചോദ്യം ക്രിസ്തു എവിടെയാവുന്നു ജനിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഹെരോദ രാജാവ് അവിടെയുള്ള എല്ലാ ജ്ഞാനികളെയും വിളിച്ച് ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം ചോദിച്ച ചോദ്യമാണ്, ക്രിസ്തു എവിടെയാവുന്നു ജനിക്കുന്നത്? അവർ കണ്ടുപിടിച്ച് യഹൂദ്യദേശത്തിലെ ബേത്ലഹേം എന്ന് പറയുവാനിടയായി. അവിടെ ക്രിസ്തു നരാവതാരം എടുത്തു അഥവാ ജനിച്ചു. എന്നാൽ ഇന്ന് എവിടെയാണ് ക്രിസ്തു ജനിക്കുന്നത്?
ഇന്ന് ക്രിസ്തു ജനിക്കുന്നത് ഏതെങ്കിലും ഒരു ദേശത്തിലെ ഏതെങ്കിലും ഒരു കാലിത്തൊഴുത്തിലെ പുൽത്തൊട്ടിയിലല്ല. പ്രത്യുത ഇന്നോ ക്രിസ്തു ജനിക്കുന്നത് വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിലാണ്. ആമേൻ.